ഞാൻ ഇപ്പോഴും അഭ്യർത്ഥിക്കുകയാണ്, നമുക്ക് റാന്നിയിൽ ഒരു ടെർമിനൽ വേണം. അത് പഞ്ചായത്തിന് വരുമാനവും ഉണ്ടാകും. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ആ സ്ഥലം നൽകില്ല എന്നൊരു പിടിവാശി. റാന്നിയിലെ ജനങ്ങൾക്കൊരു നല്ല സ്റ്റാൻഡ്, ഒരു ബസ് ടെർമിനൽ, അത് അവർ അവകാശപ്പെട്ടതാണ്. അത് MLA പഞ്ചായത്തോ നൽകേണ്ടത്, അത് ജനങ്ങളുടെ അവകാശമാണ്. ജനങ്ങളുടെ അവകാശത്തിന് നമ്മൾ തടസ്സം നിൽക്കാൻ പാടില്ല. ലോകത്തിലെ ഏറ്റവും പവിത്രമായ ഒന്ന് മാതൃത്വമാണ്, പിറവിയാണ്, ഈ മാനവകുലം നിൽക്കുന്നത്. പക്ഷേ ഈ പിറവി നടക്കുന്ന, ജന്മം നൽകുന്ന അമ്മമാർക്കുടെ സുരക്ഷിതത്വം, കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം എല്ലാം ഉറപ്പാക്കുന്ന നല്ല ലേബർ റൂം വേണം. അതൊരു അമ്മയുടെ അവകാശമാണ്. റാന്നിയിലെ അമ്മമാർക്ക് MLA രൂപത്തിൽ നൽകിയ വലിയൊരു സമ്മാനം ആണ്. വിട്ടുപോയതാണെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒരു പഠന സൗകര്യത്തിൻ്റെയൊക്കെ കുറവ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ നിലയ്ക്കലിൽ അങ്ങ് ട്രൈബൽ കുട്ടികൾക്ക് വേണ്ടി പണിതീർത്തിയ ഒരു LP സ്കൂൾ കെട്ടിടം. വിദ്യാഭ്യാസ മന്ത്രി ഒരു ദിവസം റാന്നിയിൽ ഒരു ദിവസം കൊണ്ട് അദ്ദേഹം 4 സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പണം ലഭിച്ച, വാങ്ങിയെടുത്ത മണ്ഡലത്തിൻ്റെ പേര് റാന്നി എന്നാണ്. ഞങ്ങൾ 20-ലേറെ സ്കൂളുകളാണ് ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞത്. ഇനിയും ഒരുപാട് സ്കൂൾ കെട്ടിടങ്ങൾ ടെൻഡർ നടപടിയിലാണ്. നല്ല ടോയ്ലറ്റ് സ്ത്രീകൾക്കുണ്ടാകണം, ഫീഡിംഗ് റൂം ഉണ്ടാകണം, ഒരു ഷീ ലോഡ്ജ് കൂടി, കുടിവെള്ള പദ്ധതി, ചെറുകോൽ നാരങ്ങാനും കുടിവെള്ള പദ്ധതി. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA ഒരു കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കാൻ പണം നീക്കി വയ്ക്കുന്നത്. അത് ആ ഭൂമി ലഭിച്ചു കഴിഞ്ഞു. റാന്നി നിയോജക മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് നമുക്ക് വീണ്ടും വരാമെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും പൊതുജനം നമ്മളിനി ഇതൊക്കെ പറയുമ്പോഴും ഈ എതിർചേരിയിൽ നിൽക്കുന്നവർ വിമർശനം ഉന്നയിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അവിടെയാണ്. ഈ പഞ്ചായത്തുകളെയെല്ലാം പൂർണ്ണമായി സംതൃപ്തിയിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ 5 വർഷക്കാലം കൊണ്ട്? ഈ വിമർശനം ഉന്നയിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. കാരണം MLA എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ജനാധിപത്യമല്ലേ. പേഴ്സണലായി എടുക്കാറില്ല, ഇന്നും എടുക്കാറില്ല. ജനാധിപത്യത്തിൽ എന്നോട് വിയോജിക്കാനുള്ള മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതാണ്. എന്നെ വിമർശിക്കാനുള്ള വേറൊരാളുടെ അവകാശത്തെ ആദരിക്കുന്നതാണ്. എനിക്ക് പറയാനുള്ള അവകാശം പോലെ തന്നെ എന്നെ വിമർശിക്കാനുള്ള വേറൊരാളുടെ അവകാശത്തിന് വേണ്ടിയും ഞാൻ പോരാടും. അതാണ് ജനാധിപത്യം എന്ന് കരുതുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലേണിംഗ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ MLA പ്രവർത്തനങ്ങളിൽ നമുക്ക് നിയമസഭയിലെ പ്രവർത്തനമല്ലേ ആദ്യം പറയണം. കാരണം നിയമനിർമ്മാണ സഭയിൽ പങ്കാളിയാകുക. അപ്പോൾ നിയമനിർമ്മാണ സഭയിൽ പങ്കാളിയാകുമ്പോൾ ജനകീയ വിഷയങ്ങൾ നന്നായി ഉന്നയിക്കുക. ഇപ്പോൾ നിയമസഭയിൽ അറ്റൻഡൻസ് ആണല്ലോ ഏറ്റവും പ്രധാനം. 98.6 അതെ, അത് തന്നെ 1-2 ദിവസങ്ങൾ, അതും ഔദ്യോഗികമായിട്ടുള്ള മണ്ഡലത്തിലെ പരിപാടികളും ഔദ്യോഗിക ചടങ്ങുകൾ വന്ന് അങ്ങനെ മാറി നിന്നതാണ്. ഇടയ്ക്ക് ശാരീരികമായി സുഖമില്ലാത്തപ്പോൾ മാറി നിന്നിട്ടുണ്ട്. അതൊഴികെ ഏതാണ്ട്. പക്ഷെ സഭയ്ക്കകത്ത് നമ്മുടെ സഭയ്ക്കൊരു പ്രത്യേകതയുണ്ട് രോഹിത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചേരുന്ന നിയമസഭ നമ്മുടേതാണ്. വെച്ചാൽ നിയമസഭയുടെ ഒരു ദിനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഏറ്റവും പുരോഗമനാത്മകമായ നിയമനിർമ്മാണം നടന്നിട്ടുള്ള സഭയാണ്. വലിയ ചരിത്രമുള്ള സഭയാണ്. സഭയിലിങ്ങനെ രോഹിത സഭ വന്ന് കാണണം. നമ്മൾ ആ സഭയിലിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു വലിപ്പം, വളരെ രസകരമായിട്ടുള്ള അതിൻ്റെ പെയിൻറ്റിങ്, അതിൻ്റെ വലിപ്പം, അതിൻ്റെ സ്ട്രക്ചർ, എവിടെ നിന്നും നമുക്ക് ഇപ്പം ഇന്ത്യൻ പാർലമെൻറ്റ് പോലും ചേരാൻ കഴിയുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് കേരള നിയമസഭ. പക്ഷേ നിർമ്മിതിയുടെ വലിപ്പത്തേക്കാൾ അതിലെ ചരിത്രത്തിൻ്റെ വലിപ്പമാണ് എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നത്. സഭയിലിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, സഭയിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ കാതോർക്കും. ചരിത്രത്തിൽ നിന്നും വരുന്ന ചില മാറ്റലുകളുണ്ട്. മഹാനായ EMS, CH മേനോൻ, പട്ടംതാണുപിള്ള, R ശങ്കർ, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി സാർ, മുഖ്യമന്ത്രിമാരായിരുന്ന എത്രയോ ആളുകൾ, മുഖ്യമന്ത്രിയാകാതിരുന്നിട്ടും ഒരുപക്ഷെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നാൽ 13 തവണ ബജറ്റ് അവതരിപ്പിച്ച കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്ന മാണി സാറിൻ്റെ മൂല്യമുള്ള കേരളത്തെ മുന്നോട്ട് നടത്തിയ എത്രയോ പ്രസംഗങ്ങൾ ഒഴുകി വരും. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആ സഭയിൽ നിൽക്കുമ്പോൾ റാന്നിയുടെ കാര്യങ്ങൾ പറയുക, റാന്നിയുടെ ജനകീയ ഇച്ഛകൾ പ്രകടിപ്പിക്കുക, അത് വാങ്ങിയെടുക്കുക. സഭയ്ക്കകത്ത് കേരളത്തെ ആകെ ബാധിക്കുന്ന നിയമനിർമ്മാണ പ്രക്രിയയിൽ ജനകീയ ചർച്ചയിൽ ഇടപെടുക.
അത് ഭംഗിയായി നിർവഹിച്ചു, അതിന് ആത്മാർത്ഥമായി പരിശ്രമിച്ചു. അക്കാര്യത്തിലുണ്ടായേണ്ടെന്ന് നിതാന്ത ജാഗ്രത പുലർത്തി. ഏറ്റവും ആദ്യം ഞാൻ അവതരിപ്പിച്ചത് പെരുമ്പട്ടി പട്ടയമാണ്. അത് സാധ്യമാക്കിയിട്ടുണ്ട്. നമുക്ക് ആ കഥയിലേക്ക് പിന്നീട് വരാം എന്ന് എനിക്ക് തോന്നുന്നു. ഒട്ടേറെ വിഷയങ്ങൾ, അതൊരുപാട് മാറ്റങ്ങൾക്ക്, ഇപ്പോൾ വിശ്വകർമ്മജരുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ, JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, വന്യമൃഗാക്രമണത്തിന് എതിരായിട്ടുള്ള ഇങ്ങനെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സഭയിൽ നന്നായി ഇടപെടാൻ കഴിഞ്ഞു. റാന്നിയുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം വികസന പദ്ധതികൾ. ഇപ്പോൾ റാന്നിയുടെ വികസന പദ്ധതികളിൽ റാന്നിക്ക് ഏറ്റവും അനിവാര്യമായ വികസന പദ്ധതികൾ, മുടങ്ങിക്കിടന്ന പദ്ധതികൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിനൊരു പ്രയോറിറ്റി നിശ്ചയിച്ച, കലണ്ടർ നിശ്ചയിച്ച് നമുക്കത് ഒരുപാട് കാലമായി എഴുതിത്തള്ളപ്പെട്ട പദ്ധതികൾ ആരംഭിക്കാൻ കഴിഞ്ഞു. ഒരുപാട് പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. റാന്നിയുടെ എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് സിഗ്നേച്ചർ പ്രോജക്റ്റ്, ഒറ്റ വാക്ക് പറയാം, വികസനത്തിന് റാങ്ക് വാങ്ങി ഈ 5 വർഷം കൊണ്ട് ഞാൻ പറയും. അത്രമാത്രം പദ്ധതികളാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ പെരുന്നാട് പഞ്ചായത്ത് നമുക്ക് തുടങ്ങാം. പെരുന്നാട് പഞ്ചായത്ത് ശബരിമല നിൽക്കുന്നു. അവിടെ ഇതുവരെ ഇല്ലാതിരുന്ന പെരുന്നാട്ടിലെയും നാരണമൊഴിയിലും വരെ എത്തി നിൽക്കുന്ന 121 കോടിയുടെ ശബരിമല നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി. അട്ടത്തോട് ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ അവിടെ അമ്പത്തൂർ ഗ്രാമം പദ്ധതി 2 കോടി രൂപ. തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ മഞ്ഞത്തോട്, അവിടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് ഭൂമി അവർക്ക് രേഖയുണ്ടായിരുന്നില്ല, അവർക്ക് ടൈറ്റിൽ ഡീഡ് കൊടുത്തു. അതൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇന്ന് ഞങ്ങളെല്ലാം ആരാധിക്കുന്ന മർത്തോമാ സഭയുടെ നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ബർണബാസ് ശ്രീമയുടെ 75ാം പിറന്നാളിൻ്റെ ഭാഗമായി സഭ തന്നെ അവർക്ക് വീട് വെച്ചു കൊടുക്കുകയാണ്. ഡോക്ടർ MS സുനിലിൻ്റെ ഫൗണ്ടേഷൻ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ പങ്കാളിയായി മുന്നോട്ട് വരുന്നു. അവർക്ക് ടൈറ്റിൽ ഡീഡ് കൊടുക്കാൻ കഴിഞ്ഞു. തൊട്ടപ്പുറത്തെ പമ്പാവാലിലും നാറാണന്തോടും അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് അവിടെയുള്ള ജനകീയ ആവശ്യങ്ങളായിരുന്ന റോഡുകൾ നിർമ്മിച്ചു. അതോടൊപ്പമാണ് കാട്ടാന ബിജു എന്ന കർഷകരെ ചവിട്ടിക്കൊന്ന സ്ഥലമാണ് പമ്പാവാലി. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്കറിയാം, വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് ശാശ്വതമായ പരിഹാരമുണ്ടാകണമെങ്കിൽ 1972 നിയമത്തിൽ ഭേദഗതി ഉണ്ടാകണം. ആ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണി സാറിൻ്റെ നേതൃത്വത്തിൽ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആദരണീയനായ ചെയർമാൻ ജോസ് കെ മാണി സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കേരള കോൺഗ്രസിൻ്റെ MLA മാർ കേന്ദ്ര വനമന്ത്രിയെ കണ്ടു. സംസ്ഥാന നിയമസഭ ഏകണ്ഠമായി പ്രമേയം പാസാക്കി സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നിയമനിർമ്മാണവും നമ്മൾ നടത്തി. അങ്ങനെ മാത്രമേ നമുക്ക് പരിഹരിക്കാൻ കഴിയൂ. പക്ഷേ ആ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ആദ്യമായി ഒരു MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ നൽകി ഈ പമ്പാവാലി ഉൾപ്പെടെ നമ്മൾ സോളാർ വേലിയും മറ്റു പദ്ധതികളും കൊണ്ടുവന്നു. വടശ്ശേരിക്കര പോലുള്ള പഞ്ചായത്തുകളിലെ കുമ്പളത്താവൺ, ഒളികല്ല്, ബൗണ്ടറി മേഖലയിൽ ആ കാട്ടാന ഇറങ്ങുന്നത് നിത്യസംഭവമാണ്. അവിടെ അത് പരിഹരിക്കണമെങ്കിൽ സോളാർ വേലി പോരാ. അതുകൊണ്ട് കിടങ്ങുകൾ വേണം, മറ്റ് ഹാങ്ങിങ് സോളാർ വേലികൾ വേണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക പദ്ധതി, രാഷ്ട്രീയ കിസാൻ വികാസ് യോജന, 5 കോടി രൂപയുടെ പദ്ധതിയാണ്. അത് 2.3 കോടി രൂപ ലഭിച്ചു. നബാർഡിൻ്റെ പദ്ധതി കൊണ്ടുവന്നു. അപ്പോൾ വന്യമൃഗ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് ഈ കിഴക്കൻ മലയോര മേഖല കൊണ്ടുവന്ന പദ്ധതികൾ. പെരുന്നാട് എത്രയോ 4 പതിറ്റാണ്ടായി കാത്തിരുന്ന കിടത്തി ചികിത്സ ആരംഭിക്കാൻ കഴിഞ്ഞു. അവിടെ പുതിയ ആശുപത്രിക്ക് 2.3 കോടി രൂപയുടെ കെട്ടിടം. പെരുന്നാട് പോലീസ് സ്റ്റേഷൻ, പെരുന്നാട് സിവിൽ സ്റ്റേഷന് നിർമ്മാണം പൂർത്തിയാക്കി. അത് ഫംഗ്ഷനിലാകാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷേ നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നിരവധിയായ റോഡുകൾ, നബാർഡിൻ്റെയും PWDയുടെയും ശബരിമല പാക്കേജിലും പെരുന്നാട്ടിൽ കൊണ്ടുവന്ന റോഡുകൾ. പെരുന്നാട്ടിലെയും നാറാണമൊഴിയും ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് അരയാഞ്ഞിലിമൺ, കുരുമ്പൻമൂഴി, 3 വശവും വനവും മുന്നിൽ പമ്പയുമുള്ള, പമ്പയിൽ ജലനിരപ്പ് ഉയർന്നാൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകൾ പമ്പ കടന്നു. കാരണം 3 പതിറ്റാണ്ട് കാത്തിരുന്ന കോസ്വേയുടെ സമാന്തരമായ നടപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞു. വെച്ചുച്ചിറ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ മഠത്തഞ്ചാൽ മുതൽ മുക്കൂട്ടുതറ വരെയുള്ള 4 പഞ്ചായത്തുകളെ കടന്നു പോകുന്ന 40 കോടിയിലേറെ രൂപ ചിലവാക്കുന്ന, ഇനി നടക്കില്ല എന്ന് കരുതി, നമ്മൾ വേണ്ട എന്ന് വെച്ചു എന്ന ആളുകൾ കരുതിയ പദ്ധതി, ആ പദ്ധതി കിഫ്ബിയിൽ നിന്നും പണം അനുവദിച്ച് നിർമ്മാണം അതിവേഗം ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. വെച്ചുച്ചിറ ആശുപത്രിക്ക് MLAയുടെ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ, അതോടൊപ്പം തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. പുതിയ ആശുപത്രി 4.5 കോടി രൂപ, അതിപ്പോൾ അനുമതിയായി നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കിടക്കുന്നു. അവിടെയാണ് പെരുന്തേനരുവി, റാന്നിയുടെ ഏറ്റവും വലിയ പ്രകൃതി നിക്ഷേപം, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച മനോഹരമായ വെള്ളച്ചാട്ടം. അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ടൂറിസത്തിൻ്റെ കെട്ടിടം, അത് സ്വകാര്യ പങ്കാളിത്തോടെ 2 കോടി രൂപ മുടക്കി നവീകരിച്ചു. എന്നാൽ ഇവിടെ ഹാപ്പനിങ് വേണം. അവിടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് പ്രത്യേക നിവേദനം കൊടുത്ത് 7 കോടി രൂപ ഭരണാനുമതി ലഭിച്ച കേരളത്തിലെ
വളരെ യുണീക്കായിട്ടുള്ള സ്ഫടിക പാലത്തിൻ്റെ നിർമ്മാണം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. കൊച്ചിച്ചിറയിലെ നിരവധി സ്കൂളുകൾക്ക് നമ്മൾ പണം ലഭ്യമാക്കി. നാരായണമൊഴിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ റോഡുകൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് നാരായണമൊഴി. അവിടെയാണ് MLA ഫണ്ടിലും 1 കോടി രൂപ കൊടുത്തിട്ട് നമ്മൾ നാരായണമൊഴി ഗവൺമെൻറ് LPSന് പുതിയ കെട്ടിടം, അടിച്ചിപ്പുഴയിലെയും ചൊള്ളനാവയിലെയും അംബേദ്കർ ഗ്രാമം പദ്ധതികൾ. ഇനിയും ഈ 3 പഞ്ചായത്തും കഴിഞ്ഞ് നമ്മളിപ്പുറത്തേക്ക് വന്നാൽ പഴവങ്ങാടി പഞ്ചായത്ത്, പഴവങ്ങാടിയിലെ ആശുപത്രിക്ക് പുതിയ കെട്ടിടം. റാന്നിയുടെ ചരിത്രത്തിൽ ഇതുവരെ നമുക്കൊരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലില്ല. പഠിക്കാനും തൊഴിലെടുക്കാനും വരുന്ന സ്ത്രീകൾ ഷീറൈസ് പദ്ധതിയിൽ നമ്മൾ അത്തരം ക്യാമ്പയിൻസ് മാത്രമല്ല, സംരംഭകത്വം മാത്രമല്ല കൊണ്ടുവന്നത്, അവിടെ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൻ്റെ ആദ്യത്തെ 2 നിലകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. 10.5 കോടി രൂപയുടെ പ്രോജക്റ്റാണ് പഴവങ്ങാടിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. ആശുപത്രി പൂർത്തീകരിച്ചു, റോഡുകൾ പൂർത്തീകരിച്ചു. തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ അങ്ങാടി പഞ്ചായത്തിലാണ് വലിയകാവ് റോഡ്. 10 കോടി രൂപയ്ക്കാണ് BM&BC നിർമ്മാണം. ഇവിടെ സിറ്റഡൽ സ്കൂൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ കടന്നു പോകുന്ന റോഡ് നമ്മൾ പൂർത്തീകരിച്ചു. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങാടിയിലെ ആശുപത്രി 1.8 കോടി രൂപയ്ക്ക് പൂർത്തീകരിച്ചു. നേരത്തെ പറഞ്ഞ പഴവങ്ങാടിൽ മക്കപ്പുഴ ആശുപത്രി 1.8 കോടി രൂപയ്ക്ക് പൂർത്തീകരിച്ചു. ഇനി നമുക്ക് റാന്നി 3 പഞ്ചായത്തുകൾ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. റാന്നിയുടെ ഒരു ഹൃദയത്തിലെ മാത്രമല്ല, എല്ലാ ജനങ്ങളും ഏറ്റവും ആദ്യം വരുന്ന ആതുരാലയമാണ് റാന്നി താലൂക്ക് ആശുപത്രി. അതിന് സ്ഥലമില്ല, സൗകര്യങ്ങളില്ല. തൊട്ടപ്പുറത്ത് നിന്ന് രോഹിത് നിന്ന് പോയി നോക്കിയാൽ 17 കോടി രൂപയ്ക്കാണ് ഒരു പുതിയ കെട്ടിടം അതിവേഗം പൂർത്തീകരിക്കുകയാണ്. അതിവേഗം നിർമ്മാണം നടക്കുകയാണ്. അതോടൊപ്പം നിലവിലുള്ള കെട്ടിടത്തിൽ നമ്മുടെ അമ്മമാർ, ലോകത്തിലെ ഏറ്റവും പവിത്രമായ ഒന്ന് മാതൃത്വമാണ്, പിറവിയാണ് ഈ മാനവകുലം നിൽക്കുന്നത്. പക്ഷേ ഈ പിറവി നടക്കുന്ന, ജന്മം നൽകുന്ന അമ്മമാർക്കുടെ സുരക്ഷിതത്വം, കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം എല്ലാം ഉറപ്പാക്കുന്ന നല്ല ലേബർ റൂം വേണം. അതൊരു അമ്മയുടെ അവകാശമാണ്. റാന്നിയിലെ അമ്മമാർക്ക് MLA എന്ന രൂപത്തിൽ നൽകിയ വലിയൊരു സമ്മാനം ആണ് 1 കോടി രൂപയ്ക്ക് ലക്ഷ്യ ഡെലിവറി സ്യൂട്ട്. അതൊരു വലിയ കാര്യമായി ഞാൻ അവിടെ പോയി നോക്കണം. ഏത് മെഡിക്കൽ കോളേജിലെയും അല്ലെങ്കിൽ ഏത് ആധുനിക ആശുപത്രിയിലും കിടപിടിക്കുന്ന സൗകര്യങ്ങളുള്ള അത്രയും മനോഹരമായിട്ടുള്ള, അത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു ലേബർ റൂമാണ് ഇന്ന് അവിടെയുള്ളത്. അതിനകത്ത് ഒരു ഡെലിവറി സ്വീറ്റുമുണ്ട്. സ്വീറ്റ് എന്നാണ് പറയേണ്ടത്. ഒരു സ്വീറ്റ് മനോഹരമായിട്ട് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം റാന്നി പാലം, അതൊരു കഥയാണ്. കാരണം റാന്നി പാലം ആളുകളൊക്കെ ചോദിച്ചതാണ്, റാന്നി പാലം നടക്കുമോ? ഞാൻ ഏറ്റെടുത്തൊരു ചലഞ്ചായിരുന്നു. അത്രയും വെല്ലുവിളി നിറഞ്ഞൊരു പദ്ധതി ഏറ്റെടുത്തിട്ടില്ല. ഞാൻ MLA ആയതിൻ്റെ ശേഷം ബഹുമാനായിട്ടുള്ള നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിന് നിവേദനം കൊടുത്ത് അദ്ദേഹം മന്ത്രിയായതിന് 3-ാം ദിവസം റാന്നിയിലെത്തി. കിഫ്ബിയുടെ പണമാണ് KRFP നിർമ്മാണ ചുമതല ഏൽപ്പിച്ചു. പക്ഷേ പാലത്തിൻ്റെ നിർമ്മാണം ആദരനായ രാജു അബ്രഹാം സഖാവ് MLA ആയിരിക്കുമ്പോൾ വളരെ ഭാവനയോടെ അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതിയാണ്. പക്ഷെ പിന്നീട് അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കാൻ, അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ സ്ഥലം ഏറ്റെടുക്കൽ നിയമക്കുരുക്കുകളിൽപ്പെട്ട് കേസ് വന്നു. നിർമ്മാണം നിലച്ചുപോയി. അത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അപാകത കൊണ്ടല്ല, ആ നിർമ്മാണം നിയമക്കുരുക്കിൽപ്പെട്ട് നിലച്ചുപോയി. പക്ഷേ MLA വന്നപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിച്ചു. നിയമക്കുരുക്കുകൾ പരിഹരിക്കാൻ മുൻകൈയെടുത്തു. അതിനുശേഷം സ്ഥലം ഏറ്റെടുക്കാൻ ആരംഭിച്ചു. അപ്രോച്ച് റോഡിനായി സ്ഥലം ഏറ്റെടുത്തത് 132 പേരുടെ ഭൂമിയാണ്. കേന്ദ്ര ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ചിട്ട് തന്നെ നമുക്കതിന് 3 വർഷത്തോളം വേണം ഓരോ ഘട്ടവും പൂർത്തീകരിക്കാൻ. അതിൽ തന്നെ 32 ആളുകളുടെ ഭൂമി തണ്ണീർത്തടമായിരുന്നു, തരം മാറ്റണം. ഈ നടപടികളെല്ലാം പൂർത്തീകരിച്ച് കോടതി വ്യവഹാരങ്ങളില്ലാതെ, തർക്കങ്ങളില്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ മാത്രം 14.75 കോടി രൂപ ചെലവാക്കി 32 കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിൽ മനോഹരമായ പാലത്തിന് ഡിസൈൻ ഉണ്ടാക്കി അത് 3 തവണ ടെൻഡർ ചെയ്ത് 4-ാം ടെൻഡറിൽ ഒരാളുകൾ ഏറ്റെടുത്ത് നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണം ആരംഭിക്കുന്നത് പറയുകയല്ല, നിർമ്മാണം ആരംഭിച്ചിട്ടാണ് ഈ 5 വർഷം പൂർത്തി. അപ്പോൾ റാന്നി പാലം നടക്കില്ല എന്ന് കരുതിയ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കപ്പെടണം. വീൺവാക്ക് പറയില്ല, വെറും വാക്ക് പറയില്ല. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറയൂ, അത് പറഞ്ഞാൽ ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ പദ്ധതികൾ മാറുകയാണ്. ഇനി മറുഭാഗത്തേക്കുള്ള പഞ്ചായത്തുകളിൽ കൂടെ നമുക്ക് പോകണം. ചെറുകോൽ പഞ്ചായത്ത് അവിടുത്തെ ഏറ്റവും വലിയ ആവശ്യമാണ്. എല്ലാ പഞ്ചായത്തുകളും റാന്നിയുടെ ഏറ്റവും വലിയ ഒരു ജനകീയ ആവശ്യം ദാഹമാണ്. അപ്പോൾ അങ്ങനെയാണ് കുടിവെള്ള പദ്ധതി, ചെറുകോൽ നാരങ്ങാനും കുടിവെള്ള പദ്ധതി. ഈ പദ്ധതിക്കായിട്ട് ഭൂമി ഏറ്റെടുക്കാൻ പഞ്ചായത്തിന് പണമില്ല. താരതമ്യേന വളരെ സാമ്പത്തിക സ്ഥിതി പരുങ്ങലായ പഞ്ചായത്താണ്. അപ്പോൾ പഞ്ചായത്തിന് പണമില്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുകയല്ല, MLA ഫണ്ട് ഉപയോഗിക്കണം. പക്ഷെ നിയമം തടസ്സമാണ്. MLA ഫണ്ട് ആസ്തി വികസന ഫണ്ട് സ്ഥലം വാങ്ങാൻ ഏറ്റെടുക്കാൻ, നമുക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി നമുക്ക് വിനിയോഗിക്കാനാവില്ല.
ധനകാര്യ വകുപ്പിനെ സമീപിച്ചു, അതിനായ മുഖ്യമന്ത്രിയെ കണ്ടു. നിയമത്തിൽ ചട്ടമുണ്ടായിട്ട് ആ ചട്ടത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അനുമതി വാങ്ങിയിട്ടാണ് 25 ലക്ഷം രൂപ ഇന്ന് ആ സ്ഥലത്ത് ഭൂമി ഏറ്റെടുക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA ഒരു കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കാൻ പണം നീക്കി വയ്ക്കുന്നത്. അതാ ആ ഭൂമി ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ചെറുകോലിൻ്റെ ദാഹം അകറ്റുന്ന പദ്ധതിക്ക് തുടക്കമാകുന്നു. പുന്നമൺ പാലം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അതൊരു കലുങ്ക് പോലുള്ള ഒന്നായിരുന്നു. അവിടെ ജനങ്ങൾക്ക് ഗതാഗത തടസ്സമേ ഉണ്ടായില്ല, യാത്രാ തടസ്സമേ ഉണ്ടായില്ല. കാരണം ഒരു താൽക്കാലിക പാലം 32 ലക്ഷം രൂപയ്ക്ക് നമ്മൾ പ്രത്യേകമായി കേരളത്തിൽ ഒരിടത്തും താൽക്കാലിക പാലം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അനുവദിച്ചായിട്ട് എനിക്കറിയില്ല. ധനകാര്യ വകുപ്പ് തന്നെ പ്രത്യേകം അത് പറഞ്ഞു, താൽക്കാലിക പാലം അനുവദിക്കാനാകില്ല. പക്ഷെ എന്നിട്ടും നമ്മൾ ആ പ്രത്യേകമായി അതും ആ പാലം ലഭിച്ചപ്പോൾ ഇരു കരകളിലുമുള്ള സ്വകാര്യ ഉടമകളെ കണ്ട് അതിനനുമതി വാങ്ങി. അതിന് രാഷ്ട്രീയമായ എൻ്റെ മുന്നണിയിലോ പാർട്ടിയിലുള്ള പഞ്ചായത്ത് ആയിരുന്നില്ല, പക്ഷെ അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അവിടുത്തെ എല്ലാവരും LDF, UDF, BJPയുടെ പഞ്ചായത്ത് പ്രസിഡൻ്റാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഞങ്ങൾ സ്ഥലം ലഭ്യമാക്കിയിട്ട് താൽക്കാലിക പാലം നിർമ്മിച്ചു. താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണത്തിനാണ് അല്പം സമയമെടുത്തത്. കാരണം തോരാതെ പെയ്യുന്ന മഴ, നമുക്ക് ഈ തോട്ടിലൂടെ ജലം വരുമ്പോൾ താൽക്കാലിക പാലം നിർമ്മിക്കാൻ കാത്തിരിക്കണം. കാരണം ആദ്യം ചെയ്ത പാലത്തിൻ്റെ സ്ട്രക്ചർ ഒലിച്ചുപോയി, പിന്നെ വീണ്ടും ചെയ്യുന്നു. അപ്പം അത് ഇറിഗേഷനൊപ്പം മറ്റു വകുപ്പുകളും ആ മഴ മാറി ജലനിരപ്പ് താഴ്ന്നാലേ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് താൽക്കാലിക പാല നിർമ്മാണം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നത്. എന്നാൽ പാലത്തിൻ്റെ നിർമ്മാണം 1 വർഷമായിരുന്നു കാലാവധി. 1 വർഷവും 28 ദിവസവും കൊണ്ടാണ് പുന്നമൺ പാലം മനോഹരമായി, പഴയ പാലമൊന്നുമല്ല, മനോഹരമായി പൂർത്തിയാക്കി. അത് കാണാൻ ആളുകൾ എത്തുന്നു. അത്തരമൊരു പാലമാണ് അവിടെ പൂർത്തിയാക്കിയത്. പുന്നമൺ കുട്ടത്തോട് റോഡ് 7 കോടി. ചെറുകോൽ ആശുപത്രിക്ക് ഇതാ ഇപ്പോൾ 1.56 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. ഒരുപാട് പുതിയ വില്ലേജ് ഓഫീസ്. തൊട്ടപ്പുറത്തേക്ക് വന്നാൽ അയിരൂർ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയ സ്ഥലമാണ്. അവിടെ ഏതാണ്ട് 98% വീടുകളിലും വെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. കഥകളി ഗ്രാമമായി അയിരൂർ മാറിയത് ഈ കാലത്താണ്. അയിരൂരിൻ്റെ വിലാസമായി കഥകളി ഗ്രാമം എന്ന നിലയിൽ മാറി. അതൊരു വലിയ നേട്ടമാണ്. പിന്നെ അടുത്ത ഘട്ടമായി തെക്കൻ കലാമണ്ഡലം എന്നൊരാശയവും എൻ്റെ ഉള്ളിൽ അടുത്തൊരു ഫേസ് 2 അതാണ്. അതോടൊപ്പം ചെറുകോൽ അവിടെ അയിരൂരിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് 1 കോടി രൂപയുടെ കെട്ടിടം, അയിരൂർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. നിരവധിയായ സ്കൂളുകൾ പൂർത്തീകരിച്ചു. തൊട്ടപ്പുറത്തേക്ക് വന്നാൽ എഴുമറ്റൂർ പഞ്ചായത്ത്. എഴുമറ്റൂർ പഞ്ചായത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചികിത്സയുണ്ടായിരുന്ന പെരുമയുണ്ടായിരുന്ന എഴുമറ്റൂർ ആശുപത്രി അത് പിന്നീട് ഒരു തൊഴുത്തിൻ്റെ സൗകര്യങ്ങൾ അത്രമാത്രം ഗതികെട്ട അവസ്ഥയിലേക്കുള്ള ഒരു സൗകര്യത്തിലേക്ക് വീർപ്പുമുട്ടുകയായിരുന്നു. ഭൗതിക സാഹചര്യങ്ങളെല്ലാം ശോചനീയമായി. എന്നാൽ നോക്കിയാൽ അറിയാം, ഡൽഹിയിൽ പോയി MLA ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. ആ പദ്ധതിക്കായിട്ട് പ്രത്യേകമായി നബാർഡിൽ നിന്നും ഏതാണ്ട് 8.5 കോടി രൂപ അനുവദിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ഒരു 90% പണി പൂർത്തീകരിച്ചു. എന്നോട് ആളുകൾ ചോദിച്ചു, MLA ഉദ്ഘാടനം ചെയ്യുന്നില്ല? ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാലയളവിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന ഒരു ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ ഉദ്ഘാടനം പൂർത്തീകരിച്ചു എന്നുള്ള ഒരു പ്രശസ്തിയല്ല. കെട്ടിടം പൂർത്തീകരിക്കട്ടെ, സൗകര്യങ്ങളാകട്ടെ. അവിടേക്ക് 70 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് ഇപ്പോൾ ഫർണിച്ചർ വാങ്ങാനും നമ്മൾ പ്രത്യേകമായി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുമറ്റൂർ ആശുപത്രി പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. കൊറ്റനാട് കുടിവെള്ള പദ്ധതി തടസ്സങ്ങൾ നീക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൊറ്റനാട് ആശുപത്രിക്ക് നമ്മൾ അവിടെ ഒരു MLA ഫണ്ടിൽ നിന്നും ഒരു കെട്ടിടം, അതിൻ്റെ നിർമ്മാണം അതിവേഗം നടക്കുകയാണ്. അവിടെയാണ് പെരുമ്പട്ടി പട്ടയം. എനിക്കൊന്നത് നമുക്ക് പിന്നീട് പട്ടയത്തിൽ ചർച്ച ചെയ്യാം എന്ന് തോന്നുന്നു. അതിലേക്ക് നമുക്ക് വരാം. അതോടൊപ്പം തന്നെ പെരുമ്പട്ടി സ്കൂൾ, വിദ്യാലയങ്ങൾ. ഇനി പോകുന്നത് കോട്ടാങ്കൽ പഞ്ചായത്തിലേക്കാണ്. കോട്ടാങ്കൽ പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്നൊരു പാലം 20 കോടിയിലേറെയാണ് ഒരു പാലത്തിന് മാത്രം. പുതിയ മൃഗാശുപത്രി, പുതിയ കൃഷിഭവൻ, പുതിയ ഹോമിയോ ആശുപത്രി, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങളാണ് ഈ കാലയളവ്. വില്ലേജ് ഓഫീസ് എല്ലാം ആരംഭിച്ചു. നിരവധിയായ റോഡുകൾ പൂർത്തീകരിച്ചു, വിദ്യാലയങ്ങൾ പൂർത്തീകരിച്ചു. ഈ നിലയിൽ 12 പഞ്ചായത്തുകളിലും സിഗ്നേച്ചർ പ്രോജക്റ്റ്. വടശ്ശേരിക്കര വീണ്ടും നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ വടശ്ശേരിക്കര പഞ്ചായത്തിലാണ് മണിയാർ ടൂറിസം. നടക്കില്ല എന്ന് കരുതിയ പദ്ധതിയാണ്. ഇന്ന് ചെന്ന് നോക്കൂ, 90% പൂർത്തീകരിച്ചു. അതിമനോഹരമായ ടൂറിസം പ്രോജക്റ്റ് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വന്യമൃഗ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള പദ്ധതികൾ നമ്മൾ പൂർത്തിയാക്കി. നിരവധി റീബിൽഡ് കേരള റോഡുകൾ പൂർത്തിയാക്കി. ഈ നിലയിൽ വടശ്ശേരിക്കര പഞ്ചായത്തിലും ഇപ്പോൾ ഒരു ആംബുലൻസ് പാലിയേറ്റീവ് കെയർ, പഞ്ചായത്തിൻ്റെ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിന് MLA ഫണ്ടിലും, അത് അവിടെ മാത്രമല്ല റാന്നി താലൂക്ക് ആശുപത്രിക്കും കോട്ടാങ്കലിനും ഇതേപോലെ നൽകിയിട്ടുണ്ട്. അപ്പോൾ 12 പഞ്ചായത്തുകൾ, എല്ലാ വികസന പദ്ധതികളും പറയണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ 12 പഞ്ചായത്തുകളിലും
ബൃഹത്തായ പദ്ധതി. ഞാനിത് ആലോചിച്ചുകൊണ്ടിരുന്നത് 5 വർഷത്തെയാണോ 10 വർഷത്തെയാണോ ഇത് പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടല്ലോ ഇദ്ദേഹം 5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ജനങ്ങൾ ആഗ്രഹിച്ച പദ്ധതികൾ. പക്ഷേ അങ്ങ് വിട്ടുപോയതാണെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ റാന്നി നിയോജക മണ്ഡലത്തിലെ ആദിവാസി ഊരുകളിലൂടെ പണ്ട് ഞാൻ യാത്ര ചെയ്തിട്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടൊക്കെ യാത്ര ചെയ്തപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒരു പഠന സൗകര്യത്തിൻ്റെയൊക്കെ കുറവ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ നിലയ്ക്കലിൽ അങ്ങ് ട്രൈബൽ കുട്ടികൾക്ക് വേണ്ടി പണിതീർത്തിയ ഒരു LP സ്കൂൾ കെട്ടിടം പറയാൻ മറന്നുപോയതാണോ? ഞാനത് നമ്മൾ പഞ്ചായത്ത് തിരിച്ചു പറഞ്ഞു വന്നപ്പോൾ നമുക്ക് പിന്നീട് പറയാം, കാരണം വിദ്യാലയങ്ങൾ പ്രത്യേകമായി പറയാം ഞാൻ കരുതിയതാണ്. അത് അവിടെ മാത്രമല്ല രോഹിത്, വിദ്യാഭ്യാസ മന്ത്രി ഒരു ദിവസം റാന്നിയിൽ ഒരു ദിവസം കൊണ്ട് അദ്ദേഹം 4 സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. പൂർത്തീകരിച്ച കെട്ടിടങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് നോളജ് വില്ലേജ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന MLA എന്ന തരത്തിൽ ആ പദ്ധതിയുടെ ചെയർമാനും അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞത് വലിയ സന്തോഷത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ പൊതുവിദ്യാലയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പണം ലഭിച്ച വാങ്ങിയെടുത്ത മണ്ഡലത്തിൻ്റെ പേര് റാന്നി എന്നാണ്. അത്രമേൽ വിദ്യാലയങ്ങൾ, ഞങ്ങൾ 20-ലേറെ സ്കൂളുകളാണ് ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് സ്കൂൾ കെട്ടിടങ്ങൾ ടെൻഡർ നടപടിയിലാണ്. ഏറ്റവും പുണ്യം എന്നൊക്കെ വാക്കുകൾ പറയില്ലേ, ഏറ്റവും പുണ്യമായി ഞാൻ കാണുന്ന ഒന്നാണ് അട്ടത്തോട് ട്രൈബൽ സ്കൂൾ. ഞാൻ MLA ആയി 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്കൂൾ കണ്ടു. നമ്മൾ തുടങ്ങേണ്ടത് ഏറ്റവും അരികിൽ നിൽക്കുന്ന മനുഷ്യരിൽ നിന്നാണല്ലോ. ആവശ്യങ്ങൾ ഏറെയുള്ള ഏറ്റവും നിഷ്കളങ്കരാണ്. പക്ഷേ നമ്മളീ പറയില്ല, അവരുടെ ശബ്ദം, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ രോദനം ഒന്നും പറയാൻ ചിലപ്പോൾ നമ്മളത് കേൾക്കുക പോലുമില്ല. എല്ലാവരും പറയും, ഇവരൊട്ടും പറയുകയുമില്ല. മനുഷ്യർ വളരെ കുറച്ചല്ലേ പറയൂ. അതിലൊട്ടും പറയാത്തവർ അവർ കിട്ടുന്നതിനെക്കുറിച്ചോ കിട്ടേണ്ടതിനെക്കുറിച്ചോ ഒക്കെ ഇപ്പോഴും. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു മുറിക്കകത്ത് നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയ മുറി, അതിനകത്ത് 32 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇതൊരു സന്തോഷമാണ്. പക്ഷെ അവർക്ക് അവകാശപ്പെട്ട ഒരു പഠന സാഹചര്യം നമ്മൾ കൊടുക്കുന്നില്ല. അത് നിശ്ചയിച്ചാണ് അവർക്കൊരു നല്ല സ്കൂൾ ഉണ്ടാകണം. പിന്നെ ഒരു ശ്രമമായിരുന്നു. ഇന്നിപ്പോൾ നിലയ്ക്കൽ, ശബരിമല പോകുന്ന ആളല്ലേ, നിലയ്ക്കൽ ചെല്ലുമ്പോൾ നോക്കണം, 3 കോടി രൂപയ്ക്ക് കേരളത്തിലെ മനോഹരമായ ഒരു ട്രൈബൽ സ്കൂളിലൊന്ന് റാന്നിയിലാണ്. ആ സ്കൂളിൽ സന്തോഷത്തോടെ അവർ പഠിക്കുന്നു. മനോഹരമായ കെട്ടിടം. കുട്ടികളെ ഊരുകൾ പോയി വാഹനത്തിൽ നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്നു. അതേപോലെയാണ് റാന്നിയിലൊരു MRF മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, ആദിവാസി വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. അവിടെ പ്രളയത്തിലൂടെ മതിൽ തകർന്നു. ഒപ്പം തന്നെ 60 ലക്ഷം രൂപ അനുവദിച്ചു. സ്വകാര്യ ആളുകളുടെയൊക്കെ സഹായത്തോടെ നമ്മളവിടെ TV മറ്റ് സൗകര്യങ്ങൾ. ഇന്ന് ആ കുഞ്ഞുങ്ങൾക്ക് യുവജനോത്സവങ്ങൾ പരിശീലനം നൽകാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി. കഴിഞ്ഞ സംസ്ഥാന യുവജനോത്സവത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാനം വാങ്ങിയ, നിരവധി സമ്മാനങ്ങൾ വാങ്ങിയ വിദ്യാലയങ്ങളിലൊന്ന് ഈ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ്. പക്ഷേ അങ്ങ് കൊടുത്തൊരു വാക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നത്. റാന്നിയിലൊരു ബസ് ടെർമിനൽ എന്തുകൊണ്ടാണ്? ഇത്രയും ഒക്കെ പദ്ധതികൾ പറയുമ്പോഴും റാന്നിയാണ് അങ്ങയുടെ മണ്ഡലത്തിൻ്റെ മുഖം. റാന്നി നഗരമാണ്, റാന്നി ടൗണാണ്. ആ ടൗണിൽ ഒരു ബസ് ടെർമിനൽ അത് ആവശ്യമായിരുന്നില്ലേ? ആവശ്യമായിരുന്നു എന്നുള്ള വാക്കല്ല, അനിവാര്യമായൊരു പദ്ധതിയാണ്. ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു പദ്ധതിയാണ്. ഏറ്റവും ആദ്യം മനസ്സിൽ വന്ന പദ്ധതിയുമാണ്. അത് വാക്കല്ല, ഒരു നൽകിയ വാക്ക് പാലിക്കാതിരിക്കുക എന്നുള്ളതല്ല, രൂപപ്പെടുത്തിയ പദ്ധതി നടക്കാതെ പോയി എന്നാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത്. കാരണം അതൊരു വാക്കല്ല, ആ വാക്കിനെ പദ്ധതിയാക്കി ഞാൻ മാറ്റിയിരുന്നു. അതൊരു സങ്കടമാണ്. ആ വാക്കാ പറയുന്നത്, അതൊരു സങ്കടം തന്നെയാണ്. റാന്നിയിലെത്തുന്ന എല്ലാവരും ആ സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ടിട്ട് വല്ലാതെ പ്രയാസപ്പെടാറുണ്ട്. എത്രയോ സ്ത്രീകൾ വരുന്നൊരു സ്ഥലം. നമ്മൾ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ കഥ പറയുമ്പോഴും ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ, സ്വന്തം കുഞ്ഞിന് സൗകര്യമായിട്ടൊന്ന് പാല് കൊടുക്കാൻ ഒരു സ്ത്രീക്കും കഴിയാത്ത, സുരക്ഷിതമായി നിൽക്കാൻ കഴിയാത്ത ശോചനീയാവസ്ഥയിലാണ് ആ സ്റ്റാൻഡ് നിൽക്കുന്നത്. ഞാൻ MLA ആയി കഴിഞ്ഞപ്പോൾ ഈ ഒരേപോലെ തന്നെ KSRTC തൊട്ടിപ്പുറത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഒരു നല്ല ബസ് ടെർമിനൽ അവിടെ വേണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു. ആദ്യത്തെ വർഷം നമുക്കറിയാം കോവിഡിൻ്റെ കാലമായതുകൊണ്ട് MLA ഫണ്ട് ഉണ്ടായിരുന്നില്ല. നമുക്ക് തുടർന്നാണ് MLA ഫണ്ട് ലഭിക്കുന്നത്. അത് കിട്ടിയപ്പോൾ തന്നെ ഈ ആലോചനയുമായി മുന്നോട്ട് പോയി. അപ്പോൾ അവിടെ ആ KSRTCയും അതിനോടൊപ്പമുള്ള മറ്റൊരു KSRTCയും പ്രൈവറ്റ് സ്റ്റാൻഡും ഒരേപോലെയാണ്. അതിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു.
അപ്പോൾ പഞ്ചായത്തിന് വന്നിരുന്ന ഭരണസമിതിയൊക്കെ ആലോചിച്ചിട്ട് നല്ലൊരു ബസ് ടെർമിനൽ രൂപം നൽകി, നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കി. ആദ്യഘട്ടത്തിലെ ഡിസൈൻ കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു 1.5 കോടി രൂപ മാറ്റിവെച്ചു. പക്ഷേ കൂടുതൽ തുക വേണം, കാരണം എനിക്കതിനകത്തൊരു സ്ത്രീ സൗഹൃദപരമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു നല്ല ടോയ്ലറ്റ്സ് സ്ത്രീകൾക്കുണ്ടാകണം, ഫീഡിംഗ് റൂം ഉണ്ടാകണം, ഒരു ഷീ ലോഡ്ജ് കൂടി. രാത്രിയിലെത്തിയാൽ സുരക്ഷിതമായി ഒരു സ്ത്രീക്ക് റെസ്റ്റ് എടുത്ത് പോകാൻ കഴിയുന്ന ഒരു സൗകര്യം, നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കി. ഒരു മൊബിലിറ്റി ഹബ്ബ് പോലെ ഡിസൈൻ ഉണ്ടാക്കി. പഞ്ചായത്തിനോട് ഒത്തിരി തവണ ചർച്ച ചെയ്തു. പഴവങ്ങാടി പഞ്ചായത്താണ്. ഞാൻ ഈ ഘട്ടത്തിൽ ആരെയും ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിപ്പോകും, പക്ഷെ നമുക്ക് സത്യം പറയണ്ടേ. ഒരുപാട് തവണ പഞ്ചായത്ത് അധികൃതമായി ചർച്ച ചെയ്തിട്ടൊക്കെയാണ് ഈ ഡിസൈൻസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആളുകൾ വന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ വികസന കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയവും കലർത്താത്ത ആളാണ്. റാന്നിയിൽ ഏതാളോട് ചോദിച്ചാലും അറിയാം, ഏത് പഞ്ചായത്ത് അംഗത്തോട് ചോദിച്ചാലും അറിയാം, വികസനത്തിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല. കാരണം നമ്മുടെ കൊടി ഏതുമാകട്ടെ, നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യം ഏതുമാകട്ടെ, നമ്മുടെ ഉള്ളിലുള്ള ഹൃദയത്തിൽ പേറുന്ന പ്രത്യയശാസ്ത്രം ഏതുമാകട്ടെ, ജനങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് വികസനം. അതവരുടെ അവകാശമാണ്. അവിടെ ജനപ്രതിനിധിയുടെ രാഷ്ട്രീയമോ അവിടുത്തെ ആ ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേണോ നോക്കാൻ പാടില്ല. അത് ഞാൻ ഈ കാലയളവിൽ പാലിച്ചിട്ടുണ്ട്. അതിലൊരു ജാഗ്രത പ്രത്യേകമായി പുലർത്തിയിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. നോക്കൂ, ഒരു MLAക്ക് ഒരു വർഷം ലഭിക്കുന്നത് ആസ്തി വികസന ഫണ്ടിൽ 5 കോടിയാണ്. ആകെ 6 കോടി ലഭിക്കും. അതിൽ 1 കോടി രൂപ SDF പണമായിട്ട് പോകും, സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഫണ്ട്, ചെറിയ റോഡുകളൊക്കെ ചെയ്യാൻ. പിന്നെ ലഭിക്കുന്ന 5 കോടിയിൽ 3.4 കോടി രൂപ, അതായത് 3.5 കോടിയോളം രൂപയാണ് 12 പഞ്ചായത്തുകളിലേക്കുമുള്ള പണം ഒറ്റ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചു. പണം മാറ്റിവെച്ചു. കളക്ടർ തന്നെ 4 യോഗമാണ് വിളിച്ചത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, ആ നിർമ്മാണം ആരംഭിക്കേണ്ട ഘട്ടം വന്നപ്പോൾ, സ്ഥലം പഞ്ചായത്തിൻ്റെ NOC വേണം. പഞ്ചായത്താണ് സ്ഥലത്തിൻ്റെ അനുമതി എങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് ആദ്യം ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത്, ആദ്യം പഞ്ചായത്തിൻ്റെ ആളുകളും ഒക്കെ വന്ന് ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത്, ഉദ്യോഗസ്ഥരും വന്ന് ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് അനുമതി നൽകാൻ പഞ്ചായത്ത് തയ്യാറായില്ല. അതൊരു വലിയ നിരാശയാണ്. വീണ്ടും ശ്രമിച്ചു. ഞാൻ ഇപ്പോഴും അഭ്യർത്ഥിക്കുകയാണ്, നമുക്ക് റാന്നിയിൽ ഒരു ടെർമിനൽ വേണം, അത് പൂർത്തീകരിക്കണം. അത് ജനങ്ങളുടെ അവകാശമാണ്. MLAയുടെയും പഞ്ചായത്തിൻ്റെയും രാഷ്ട്രീയം രണ്ടാകുന്നത് കൊണ്ട് നടക്കാതെ പോകാൻ പാടില്ല. അത് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം, അത് അത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. അത് യഥാർത്ഥത്തിൽ അത്തരമൊരു പിടിവാശി കാണിക്കാതെ പഞ്ചായത്ത് ചൂണ്ടിക്കാട്ടിയൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ട്. അത് വീണ്ടും തണ്ണീർത്തടമാണ്. അതിനിയും തരം മാറ്റണം. അതിന് കാലങ്ങളെടുക്കും. ഈ സ്ഥലം എന്തുകൊണ്ടാണ് നൽകാത്തതെന്ന് മനസ്സിലാകുന്നില്ല. നിലവിൽ നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു വശത്തേക്ക് പ്രൈവറ്റ് ബസ്സും മറുവശത്തേക്ക് KSRTCയും പോകുന്ന ബസ് ടെർമിനൽ അത് നിർമ്മിച്ച് പഞ്ചായത്തിനാണ് കൈമാറുന്നത്. അത് പഞ്ചായത്തിന് വരുമാനവും ഉണ്ടാകും. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ആ സ്ഥലം നൽകില്ല എന്നൊരു പിടിവാശി. അത് പാടില്ലായിരുന്നു. അത് സങ്കടകരമാണ്, നിരാശയുണ്ടാക്കുന്നതാണ്. റാന്നിയിലെ ജനങ്ങൾക്കൊരു നല്ല സ്റ്റാൻഡ്, ഒരു ബസ് ടെർമിനൽ, അത് അവർ അവകാശപ്പെട്ടതാണ്. അത് MLAയോ പഞ്ചായത്തോ നൽകേണ്ടതല്ല, ജനങ്ങളുടെ അവകാശമാണ്. ജനങ്ങളുടെ അവകാശത്തിന് നമ്മൾ തടസ്സം നിൽക്കാൻ പാടില്ല. ആ തടസ്സങ്ങൾ മാറ്റി അത് ചെയ്യാൻ കഴിയണം എന്ന് തന്നെയാണ് ഇനിയുള്ള ഘട്ടത്തിൽ. വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഉറപ്പായും അതൊരു പ്രയോറിറ്റി പ്രോജക്റ്റാണ്. ആ തടസ്സങ്ങൾ നീക്കാൻ പുതുതായി വന്ന ഭരണസമിതി ഇനിയും ചർച്ച നടത്തും. ഞാൻ ഉപയോഗിച്ച വാക്കെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ആ പഞ്ചായത്തോട് റിക്വസ്റ്റ് ചെയ്യും, നിങ്ങളുടെ എല്ലാ അഭിപ്രായം പറയൂ, നമുക്കത് ഒരുമിച്ച് ചെയ്യാം. ഞാൻ പണം തരാൻ തയ്യാറാണ്. യഥാർത്ഥത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുക, അപേക്ഷിക്കുക പോലും ചെയ്തു. ഇതാ പണം റെഡി, നിങ്ങൾ അനുമതി തന്നാൽ MLA റെഡിയാണ് തുടങ്ങാൻ. പണവും ഉണ്ടായിരുന്നു. ഇനി ആയാലും ഞാൻ അഭ്യർത്ഥിക്കുന്നു, പുതിയ ഭരണസമിതി പുതിയ വന്നല്ലോ, അതിന് പഞ്ചായത്തിന് അനുമതിയില്ലാതെ നമുക്കത് ആരംഭിക്കാനാവില്ല. ആ തർക്കങ്ങൾ പരിഹരിച്ച് വന്നാൽ MLA ഫണ്ടിൽ എത്ര തുക, ഇനി കൂടുതൽ തുക വേണേലും മാറ്റിവെക്കും, നമുക്കത് ആരംഭിക്കാനാകണം. റാന്നിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു മനോഹരമായ ബസ് ടെർമിനൽ സാധ്യമാകണം എന്നതാണ് എൻ്റെ ആഗ്രഹം.